വിവാഹശേഷം നിങ്ങളുടെ പ്രണയം തകർന്നോ? അതോ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വാത്സ്യായനൻ എന്ന പുരാതന തത്വചിന്തകൻ പ്രണയത്തിൻ്റെയും മാനസിക ശാരീരിക അടുപ്പത്തിൻ്റെയും ബന്ധങ്ങൾ ദീർഘകാലം നിലനിർത്തുന്നതിൻ്റെയും രഹസ്യങ്ങൾ എഴുതിവെച്ചു. ഇന്ന് പലരും കരുതുന്നത് വാത്സ്യായനൻ്റെ കാമസൂത്രം ലൈംഗിക ബന്ധത്തെക്കുറിച്ച് മാത്രമാണെന്നാണ്. എന്നാൽ സത്യത്തിൽ മാനുഷിക ബന്ധങ്ങൾ, വൈകാരിക ബന്ധം, മനുഷ്യാഭിലാഷങ്ങൾ അഥവാ പ്രണയം, സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള ഒരു വഴികാട്ടിയാണ് കാമസൂത്ര. കമിതാക്കൾ പ്രണയം ആരംഭിച്ച് കുറച്ചു കാലം ആകുമ്പോഴേക്കും ബ്രേക്കപ്പ് ആവാറുണ്ട്. അതുപോലെ ചിലർ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം ആകുമ്പോഴേക്കും ഡിവോഴ്സ് ആകാറുണ്ട്. എന്നാൽ വർഷങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാലും ദമ്പതികൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാതെ നിലനിർത്താൻ കഴിയുന്നതിൻ്റെ രഹസ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബ്രേക്കപ്പും ഡിവോഴ്സും അധികരിച്ച ഈ ആധുനിക ലോകത്ത് ബന്ധങ്ങൾ ദീർഘകാലം നിലനിർത്തുന്നതിന് വാത്സ്യായനൻ പറഞ്ഞ രഹസ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു വാത്സ്യായനൻ. ആളുകൾ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ അവർ സംസാരിക്കുന്നു, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു, എങ്ങനെയാണ് ബന്ധങ്ങൾ വളരുകയും നിലനിൽക്കുകയും ചെയ്തിരുന്നത്, ഇതെല്ലാം അദ്ദേഹം നിരീക്ഷിച്ചു. തുടർന്ന് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, കാമസൂത്ര. ഇത് ലൈംഗിക ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല, സ്നേഹത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കൂടിയാണ്. ഇതിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം ലളിതമാണ്. ലവ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ്സ് എ പ്രാക്ടീസ്. പാഷൻ ഈസ് നോട്ട് ലക്ക്, ഇറ്റ്സ് എഫേർട്ട്. അഥവാ പ്രണയം ഒരു ആകസ്മികതയല്ല, അതൊരു പരിശീലനമാണ് എന്നർത്ഥം. അഭിനിവേശം ഒരു ഭാഗ്യമല്ല, അത് പരിശ്രമമാണ്. അപ്പോൾ കൃത്യമായി പരിശീലനം ലഭിച്ച, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പ്രണയം എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അവർക്കത് ജീവിതാവസാനം വരെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് ഇല്ലാതെ നിലനിർത്താനും കഴിയും. ഈ വീഡിയോയിൽ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനെക്കുറിച്ച് വാത്സ്യായനനിൽ നിന്നുള്ള 6 ശക്തമായ പാഠങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിലൂടെ ആധുനിക കാലത്ത് പ്രണയിനികൾക്കും ദമ്പതികൾക്കും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന പ്രണയവും അഭിനിവേശവും വളർത്തിയെടുക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് മനസ്സിലാക്കാം. 1. പരസ്പര ബഹുമാനം. ഇതാണ് യഥാർത്ഥ അടിത്തറ. വാത്സ്യായനൻ്റെ അഭിപ്രായ പ്രകാരം ബഹുമാനമില്ലാതെ ആഗ്രഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഭാര്യയോ ഭർത്താവോ ആകട്ടെ, അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ആകട്ടെ, പങ്കാളികൾ തമ്മിൽ പരസ്പരം നിരന്തരം താഴ്ത്തിക്കെട്ടുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ സ്നേഹം മരിക്കുന്നു, അഭിനിവേശം ഇല്ലാതാകുന്നു. ബഹുമാനം എന്നത് എന്തെങ്കിലും വലിയ കാര്യം ചെയ്യലല്ല, അത് ചെറിയ കാര്യങ്ങൾ പ്രകടമാക്കുന്നു. അവർ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്താതെ ശ്രദ്ധിക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുക, അവരുടെ പരിശ്രമങ്ങളെ അഭിനന്ദിക്കുക. ഈ ആധുനിക ലോകത്ത് അവരുടെ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക, അല്ലെങ്കിൽ അവർക്ക് പ്രയാസമുള്ള സമയങ്ങളിൽ പിന്തുണ നൽകുക, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ബഹുമാനം നിങ്ങളുടെ പ്രണയത്തെ സജീവമായി നിർത്തുന്നു. കാരണം അത് നിങ്ങളുടെ പങ്കാളിയോട് പറയുന്നു, യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ എവരി സിംഗിൾ ഡേ. എനിക്ക് എല്ലാ ദിവസവും നിങ്ങൾ പ്രധാനമാണ്. 2. സമയത്തിൻ്റെയും ശ്രദ്ധയുടെയും പ്രാധാന്യം. ദമ്പതികൾ ഒരുമിച്ച് അർത്ഥവത്തായ സമയം ചെലവഴിക്കുമ്പോഴാണ് അഭിനിവേശം വളരുന്നതെന്ന് വാത്സ്യായനൻ ഊന്നി പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതിപ്രസരമുള്ള ഈ ആധുനിക ലോകത്ത് നിങ്ങളുടെ ഫോൺ അടുത്തില്ലാതെ നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ കാമുകൻ്റെയോ കാമുകിയുടെയോ കണ്ണുകളിലേക്ക് നിങ്ങൾ അവസാനമായി നോക്കിയത് എപ്പോഴാണ്? അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ചത് എപ്പോഴാണ്? ആധുനിക ജീവിതം നമുക്ക് വേഗത നിറഞ്ഞതാണ്. നമുക്ക് ഒന്നിനും സമയമില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നും ശ്രദ്ധിക്കാനും സമയമില്ല. പക്ഷെ തൻ്റെ പങ്കാളിയോടുള്ള അഭിനിവേശം ശ്രദ്ധ ആവശ്യപ്പെടുന്നു. രണ്ടുപേരും ഒരുമിച്ച് നടക്കുക,
ഭക്ഷണം പാകം ചെയ്യുക, അല്ലെങ്കിൽ തമാശകൾ പങ്കിട്ട് ചിരിക്കുക, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ടി.വി. അല്ലെങ്കിൽ സിനിമ കാണുക എന്നിവ പ്രണയത്തെ സജീവമായി നിലനിർത്തും. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും റൊമാൻറ്റിക് സമ്മാനമാണ് അവരോടൊപ്പം ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതെന്ന് വാത്സ്യായനൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3. കളിയും ചിരിയും നിറഞ്ഞ ജീവിതം. പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്ന് അവഗണിക്കപ്പെടുന്ന രഹസ്യങ്ങളിലൊന്ന് കളിതമാശകളാണ്. ഒരുമിച്ച് കളിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് നിൽക്കുമെന്ന് വാത്സ്യായനന് അറിയാമായിരുന്നു. ഇത് എല്ലായ്പ്പോഴും കളികളോ തമാശകളോ അല്ല അർത്ഥമാക്കുന്നത്, പ്രണയത്തെ ലഘുവായും സന്തോഷത്തോടെയും നിലനിർത്തുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ പങ്കാളിയെ അത്ഭുതപ്പെടുത്തുക, അവരെ സൗമ്യമായി കളിയാക്കുക, സ്വീകരണമുറിയിൽ നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ പകൽ സമയത്തൊരു സ്വീറ്റ് മെസ്സേജ് അയക്കുക. ഏതുപോലെ ഞാൻ എങ്ങനെയാണ് ഇത് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്? ഉദാഹരണത്തിന്, പ്രണയം തുടങ്ങുന്ന കമിതാക്കളെക്കുറിച്ച് സങ്കല്പിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവരുടെ ഒരു കെയർ ഉണ്ടല്ലോ, അത് വല്ലാത്ത ഒരു അനുഭവമായിരിക്കും. അവർ ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ കഴിക്കൂ, ബസ് കിട്ടിയോ, ഉറങ്ങിയോ, ഉണർന്നോ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും സമയാസമയങ്ങളിൽ ഓർത്ത് അന്വേഷിക്കുന്ന ആ ഒരു കെയർ, സ്നേഹം, അത് നമ്മെ വല്ലാതെ അങ്ങ് പ്രലോഭിപ്പിച്ചു പോകും. എന്നാൽ വിവാഹശേഷം ഇതൊന്നും കാണില്ല. ജീവിതം എപ്പോഴും ഭാരമായി തോന്നുമ്പോൾ അഭിനിവേശം മരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷവും ബന്ധങ്ങളെ ആവേശഭരിതമായി നിലനിർത്തുന്ന ആ പാഠമാണ് കളിതമാശകൾ നിറഞ്ഞ ജീവിതം. 4. വാക്കുകൾക്കപ്പുറമുള്ള ആശയവിനിമയം. പ്രണയമുള്ളവർ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, സ്പർശനം, ആംഗ്യങ്ങൾ, നിശബ്ദത എന്നിവയിലൂടെയും ആശയവിനിമയം നടത്തുന്നുവെന്ന് വാത്സ്യായനൻ മനോഹരമായി വിവരിച്ചു. കയ്യിൽ മൃദുവായി സ്പർശിക്കുമ്പോൾ 1000-ലധികം വാക്യങ്ങൾ വരുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെയുള്ള ഒരു നോട്ടം. മോഡേൺ ദമ്പതികൾ പലപ്പോഴും വലിയ സംഭാഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, പക്ഷേ ഈ സൂക്ഷ്മമായ സിഗ്നലുകൾ മറികടക്കുന്നു. അഭിനിവേശം പുനരുജ്ജീവിപ്പിക്കുക എന്നതിനർത്ഥം ഈ നിശബ്ദ ഭാഷകളിലേക്ക് ട്യൂൺ ചെയ്യുക എന്നതാണ്. കാരണം സ്നേഹം പലപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ അനുഭവപ്പെടുന്നു. 5. ആഗ്രഹവും വാത്സല്യവും സന്തുലിതമാക്കൽ. ഇത് ആഴമേറിയ ഒരു പാഠമാണ്. അഭിനിവേശം ശാരീരികം മാത്രമല്ല, അത് വൈകാരികവുമാണ്. ശരിക്കും തൃപ്തികരമായ ഒരു ബന്ധം ശാരീരിക അടുപ്പത്തെയും വൈകാരിക ഊഷ്മളതയെയും സന്തുലിതമാക്കുമെന്ന് വാത്സ്യായനൻ പറഞ്ഞു. ആഗ്രഹം ശക്തമാണെങ്കിലും വാത്സല്യം ഇല്ലെങ്കിൽ ബന്ധങ്ങൾ ശൂന്യമായി തോന്നുന്നു. വാത്സല്യം ആഴമുള്ളതാണെങ്കിലും ആഗ്രഹം അവഗണിക്കപ്പെടുകയാണെങ്കിൽ ദമ്പതികൾ പ്രണയിക്കുന്നവരെക്കാൾ സുഹൃത്തുക്കളെ പോലെയാണ് തോന്നുന്നത്. കൈകൾ പിടിക്കുക, കെട്ടിപ്പിടിക്കുക, അടുപ്പത്തിലായിരിക്കുക, ആശങ്കകൾ, സ്വപ്നങ്ങൾ എന്നിവ പങ്കിടുക തുടങ്ങിയ ലളിതമായ പ്രവൃത്തികളിൽ നിന്നാണ് സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുമ്പോൾ അഭിനിവേശം തകർക്കാൻ കഴിയാത്ത ഒന്നായി മാറുന്നു. 6. തുടർച്ചയായ കണ്ടെത്തൽ. നിങ്ങളുടെ പങ്കാളിയിൽ പുതിയ എന്തെങ്കിലും കണ്ടെത്തുന്നത് ഒരിക്കലും നിർത്തരുത് എന്നാണ് അവസാന രഹസ്യം. അതായത് ഒളിഞ്ഞുനോട്ടം നടത്തി എന്തെങ്കിലും കണ്ടെത്തണം എന്നല്ല. കൗതുകം പ്രണയത്തെ പുതുമയോടെ നിലനിർത്തുമെന്ന് വാത്സ്യായനൻ വിശ്വസിച്ചു. വർഷങ്ങൾ കഴിഞ്ഞാലും പങ്കാളിയെക്കുറിച്ച് പഠിക്കാൻ എപ്പോഴും പുതിയ എന്തെങ്കിലും ഉണ്ടാകും. അത് കണ്ടെത്തുക. പങ്കാളിയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ, മറഞ്ഞിരിക്കുന്ന കഴിവുകൾ, അല്ലെങ്കിൽ ചെറിയ ശീലങ്ങൾ, അങ്ങനെ എന്തെങ്കിലും എല്ലാ കാലത്തും കണ്ടെത്താനുണ്ടാകും. ആധുനിക കാലത്ത് ദമ്പതികൾ പലപ്പോഴും ഒരു റൂട്ടീൻ ലൈഫ് സ്റ്റൈലിൽ കുടുങ്ങിപ്പോകുന്നു. അവർക്ക് എല്ലാം അറിയാമെന്നാണ് കരുതുന്നത്. എന്നാൽ അവരുടെ വിശ്വാസങ്ങളിൽ പ്രണയം മരിക്കുന്നു. നോക്കൂ, അതുകൊണ്ട് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ബ്രേക്കപ്പുകൾ കൂടുന്നു, ഡിവോഴ്സുകൾ കൂടുന്നു. കാലക്രമേണ വികസിക്കുന്ന ഒരു നിഗൂഢത പോലെ നിങ്ങളുടെ പങ്കാളിയെ പരിഗണിക്കുക. പുതിയ ചോദ്യങ്ങൾ ചോദിക്കുക, പുതിയ അനുഭവങ്ങൾ പങ്കിടുക, പുതിയ കണ്ണുകളോടെ അവരെ കാണുക. ആ കണ്ടെത്തലിൻ്റെ ബോധം വരും വർഷങ്ങളിൽ അഭിനിവേശത്തെ സജീവമായി നിലനിർത്തും. ഈ ആധുനിക കാലത്തെ ദമ്പതികൾക്ക് ഈ പുരാതന പാഠങ്ങൾ എങ്ങനെ പ്രയോഗിക്കാൻ കഴിയും? ഇതിന് ആചാരങ്ങളോ സങ്കീർണമായ സാങ്കേതിക വിദ്യകളോ ആവശ്യമില്ല. ദിവസവും അഭിനന്ദനങ്ങൾ നൽകുക, പ്രഭാതത്തിൽ ഒരു കാപ്പി അല്ലെങ്കിൽ അതുപോലെ ലളിതമായ എന്തെങ്കിലും സ്ഥിരമായി ഒരുമിച്ച് ചെയ്യുക, പരസ്പരം സംസാരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഒരു കെയറിങ്, കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊണ്ട് പരസ്പരം അത്ഭുതപ്പെടുത്തുക.
കാലം എത്ര മുന്നോട്ട് പോയാലും പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുക. പങ്കാളിയെക്കുറിച്ച് മനസ്സിലാക്കാനും സംസാരിക്കാനും എപ്പോഴും പുതിയ എന്തെങ്കിലും കാണും. പങ്കാളിയോടുള്ള അഭിനിവേശം നമ്മൾ കണ്ടെത്തുന്ന ഒന്നല്ല, അത് നമ്മൾ വീണ്ടും വീണ്ടും കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. അപ്പോൾ വാത്സ്യായനത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? സ്നേഹം ഒരു കലയാണ്. അഭിനിവേശം കത്തുന്ന തീയല്ല. അത് സൗമ്യമായ പരിചരണം ആവശ്യമുള്ള ഒരു ജ്വാലയാണ്. ബഹുമാനം, സമയം, കളിതമാശകൾ, നിശബ്ദ ബന്ധം, ബാലൻസിങ്, കണ്ടെത്തൽ ഇവയാണ് ആജീവനാന്ത പ്രണയത്തിൻ്റെ യഥാർത്ഥ രഹസ്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.